السلام عليكم ورحمة الله وبركاته. الحمد لله حمدا كثيرا طيبا مباركا فيه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. والذين إذا فعلوا فاحشة أو ظلموا أنفسهم ذكروا الله فاستغفروا لذنوبهم ومن يغفر الذنوب إلا الله ولم يصروا على ما فعلوا وهم يعلمون. أولئك جزاؤهم مغفرة من ربهم وجنات تجري من تحتها الأنهار خالدين فيها ونعم أجر العاملين. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സർവ്വലോക പരിപാലകനായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി പാലിച്ചുകൊണ്ട് ജീവിതം ക്രമീകരിക്കുവാൻ ഞാനും നിങ്ങളും കടപ്പെട്ടവരാണ് എന്ന് വാർത്തകയാണ്. അർഹമുറാഹിമീനായ നാഥൻ അവൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ റമദാൻ മാസത്തിൻ്റെ ഏറ്റവും പുണ്യം നിറഞ്ഞ ദിനരാത്രങ്ങളെ ധന്യമാക്കിക്കൊണ്ടിരിക്കുകയാണ് വിശ്വാസി സമൂഹം. അത്യാഹ്ലാദത്തോടുകൂടെ വിശുദ്ധ റമദാനിനെ വരവേൽക്കുകയും വളരെ പെട്ടെന്ന് തന്നെ അത് അതിൻ്റെ അവസാന ഭാഗത്തേക്ക് എത്തുകയും ചെയ്തിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ഞാനും നിങ്ങളും ആത്മാർത്ഥമായി ആലോചിക്കേണ്ട വളരെ സുപ്രധാനമായ ഏതാനും ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനാണ് ഈ സന്ദർഭത്തിൽ ഉദ്ദേശിക്കുന്നത്. പരിശുദ്ധ റമദാൻ മാസത്തിൻ്റെ പരിപാവനമായ ദിനരാത്രങ്ങൾ നമ്മളിൽ നിന്നിങ്ങനെ ഒരു 10-23 റമദാൻ ഇങ്ങനെ ആ നോമ്പ് പിന്നിടുമ്പോൾ നമ്മളൊന്നിങ്ങനെ ആലോചിക്കുന്നത് നല്ലതാണ്. എന്താണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്? എന്ത് സ്വഭാവമാറ്റമാണ് എനിക്കുണ്ടായത്? എന്ത് നന്മയാണ് പുതുതായിട്ട് എനിക്ക് എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചത്? എൻ്റെ ജീവിതത്തിൽ ഞാൻ പുലർത്തിയിരുന്ന അല്ലെങ്കിൽ കൊണ്ടു നടന്നിരുന്ന ദുശ്ശീലങ്ങളിൽ എന്താണ് എനിക്ക് മാറ്റിവെക്കാൻ സാധിച്ചത്? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുകയും ഇതുവരെ അതിനൊന്നും സാധിച്ചിട്ടില്ലെങ്കിൽ ധൃതിപ്പെട്ട് ഒന്നുകൂടി അരയും തലയും മുറുക്കിക്കെട്ടി പാപമോചനത്തിന് വേണ്ടിയും സൽക്കർമ്മങ്ങളിൽ നിരതമാകാനും തയ്യാറാവേണ്ട സമയവും സന്ദർഭവുമാണ് ഈ സമയം എന്ന് പറയുന്നത്. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഓരോ സത്യവിശ്വാസികളും വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് തൻ്റെ അടുക്കൽ വന്നുപോയിട്ടുള്ള പാപങ്ങൾ അത് പരലോകത്ത് വിചാരണ ചെയ്യാതെ അള്ളാഹു തആല പുറത്തു തരിക എന്നത്. നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളുമൊക്കെ നമുക്ക് നന്നായി അറിയാം. സ്വകാര്യമായി നമ്മൾ ചെയ്ത ഒരുപാട് തിന്മകൾ നമുക്കറിയാം, പാപങ്ങൾ നമുക്കറിയാം. അത് ജീവിതത്തിൽ സംഭവിച്ചു പോയതാണ്. മനുഷ്യനാണ്, അങ്ങനെയൊക്കെ സംഭവിച്ചു പോകാം.
പക്ഷേ ആരാരും കണ്ടിട്ടില്ലെന്ന് വിചാരിച്ച് നമ്മൾ ചെയ്ത പാപങ്ങൾ, ഭാര്യ അറിയാതെ ഭർത്താവ് ചെയ്ത തെറ്റുകൾ, ഭർത്താവ് അറിയാതെ ഭാര്യ ചെയ്ത തെറ്റുകൾ, ആരാരും കണ്ടിട്ടില്ലെന്ന് വിചാരിച്ച് നമ്മൾ ചെയ്ത പാപങ്ങൾ, ഇത് കൃത്യമായി ആലോചിച്ച് ഖേദിച്ച് മടങ്ങുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നു, അള്ളാഹു തആല അത് പുറത്തു തരും എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന്. വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു തആല നമ്മളോട് ഉത്ബോധിപ്പിക്കുന്നു, ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാ, നിങ്ങൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ തൊട്ട് ഒരിക്കലും നിരാശപ്പെടരുത് എന്ന്. എത്രായിരം തെറ്റുകൾ ചെയ്തിട്ടുള്ള പാപികളാണെങ്കിലും അള്ളാഹു തആല അതെല്ലാം പുറത്തു തരാൻ തയ്യാറാണ്. സാധാരണ കച്ചവടക്കാരെ കുറിച്ച് നമുക്കറിയാം, അവർ വർഷത്തിലൊരിക്കൽ അവരുടെ ആ ഷോപ്പിൽ ഒരു സ്റ്റോക്ക് എടുപ്പ് നടത്തും, ഒരു കണക്കെടുപ്പ്. ലാഭം എത്രയാണ്, നഷ്ടം എത്രയാണ്, എന്താണ് ഇനി അത് പോഷിപ്പിച്ചു കൊണ്ടുവരാൻ എന്ത് ചെയ്യണം, ആ രൂപത്തിലൊരു സ്റ്റോക്ക് എടുപ്പും അതുപോലെ തന്നെ അത്തരത്തിലുള്ള ഒരു കൃത്യമായ ഒരു കണക്കെടുപ്പ് അവരൊക്കെ നടത്താറുണ്ട്. സഹോദരങ്ങളെ, വിശുദ്ധ റമദാൻ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അല്ലാഹു തആല വർഷത്തിൽ ഒരിക്കൽ ഇങ്ങനെ ഒരു അവസരം തന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ നഷ്ടങ്ങളെക്കുറിച്ചും ലാഭങ്ങളെക്കുറിച്ചുമൊക്കെ ഒന്ന് കണക്ക് കൂട്ടി, എവിടെയാണ് നഷ്ടം സംഭവിച്ചിട്ടുള്ളത്, ഇനി എന്താണ് ഞാൻ കൂടുതൽ നന്മകൾ ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത് എന്ന് ആലോചിക്കേണ്ട ഒരു സമയവും അതിനുവേണ്ടി ഒന്ന് ആവേശത്തോടുകൂടെ മുന്നിട്ടിറങ്ങാൻ നമ്മൾ തയ്യാറാവേണ്ട ഒരു സമയവുമാണ് ഇത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 1000 മാസങ്ങളെക്കാൾ ഉത്തമമായ ഒരു രാത്രി ഉൾക്കൊള്ളുന്ന ഒരു മാസമാണ് ഈ മാസം. അതിൻ്റെ അവസാനത്തെ 10 ദിവസങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും ധന്യമാണ്. ഒരു പുരുഷായുസ് 183 വർഷക്കാലം ഇബാദത്തുകൾ മാത്രം ചെയ്ത പ്രതിഫലം ഒരൊറ്റ രാത്രി കൊണ്ട് നമുക്ക് ലഭിക്കുമെന്നാണ്. നമ്മളിൽ എത്ര ആൾക്കാർക്ക് ആ പള്ളിയിൽ ഒരു ദിവസമെങ്കിലും എഴുത്തിക്കാഫിരുന്ന് റബ്ബിനോട് കരങ്ങൾ ഉയർത്തി കണ്ണുനീരൊലിപ്പിച്ച് പ്രാർത്ഥിക്കാൻ സാധിച്ചു? അവർക്കുള്ളതാണ് ആ പ്രതിഫലം. ഒരു രാത്രിയെങ്കിലും. നമ്മൾ ഈ ഭൂമിപ്പുറത്ത് ജീവിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? ഇന്നേ വരെ ഒരു രാത്രി പോലും എഴുത്തിക്കാഫിരിക്കാത്ത ആൾക്കാരുണ്ടാകും. സഹോദരങ്ങളെ, അവരും റമദാൻ അതാ അവരുടെ ജീവിതത്തിലും വന്നു, അങ്ങനെ പോകുന്നു. ഈ റമദാൻ നമ്മുടെ അവസാനത്തെ റമദാൻ ആണെങ്കിൽ അടുത്ത ഒരു റമദാൻ നമുക്കുണ്ടാകുമോ? നമുക്ക് അറിഞ്ഞൂടല്ലോ. ഈ റമദാനിന്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്ന പല ആളുകളും ഇതാ ഇതിന്റെ ഒടുക്കമായപ്പോഴേക്ക് നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. കഴിഞ്ഞ റമദാനിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പല ആളുകളും ഈ റമദാൻ ആയപ്പോഴേക്ക് നമ്മളിൽ നിന്ന് വിട്ടുപോയവരുണ്ട്. സഹോദരങ്ങളെ, ഞാൻ നിങ്ങൾ ആലോചിക്കുക, ഇത് നമ്മുടെ അവസാനത്തെ റമദാൻ ആണെങ്കിൽ നമുക്കതിനെ ആ അർത്ഥത്തിൽ ഉപയോഗപ്പെടുത്താൻ സാധിച്ചോ എന്നാലോചിച്ച് നോക്കൂ. നിശ്ചയിക്കപ്പെട്ട നിശ്ചലത എന്ന് പറയുന്ന ഒരു മരണം നമുക്കൊക്കെ ഉണ്ട്. അതിനിടക്ക് നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ പൊറുക്കപ്പെടണം. നോക്കൂ നിങ്ങൾ, ഈ പോഡിയത്തിന്റെ അത്ര വീതിയുള്ള ഒരു കബറ് നമുക്കൊക്കെ ഒരുങ്ങാനുണ്ട്. ആകെ അത്രയേ ഉള്ളൂ. അതിലേക്കതാ അതിന്റെ അടിയിലത്തെ കുഴിയിലേക്ക് ബിസ്മില്ലാഹി അലാ മില്ലത്തി റസൂലില്ലാ എന്ന് പറഞ്ഞ് നമ്മളെ ആ കബറിലേക്ക് ഇറക്കി വെക്കുന്ന ഒരു രംഗമുണ്ട്. അവിടെ നമ്മുടെ കർമ്മങ്ങൾ മാത്രമേ നമുക്ക് ബാക്കിയായിട്ടുണ്ടാവുള്ളൂ. ആ കബറിലേക്ക് വെക്കുന്നതിന് മുമ്പേ ഇതുപോലെ ഒരു മിഹ്റാബിൽ നമ്മുടെ മയ്യത്ത് ഇങ്ങനെ കൊടുന്നു വെക്കും. നമ്മളൊക്കെ ഇങ്ങനെ കൊടുന്നു വെക്കും. ഒരാണിന്റെ മയ്യത്താണെങ്കിൽ അതിന്റെ തലയുടെ ഭാഗത്ത് ഇമാമ് നിൽക്കും. ഒരു പെണ്ണിന്റെ മയ്യത്താണെങ്കിൽ അതിന്റെ നടുഭാഗത്ത് ഇമാമ് നിൽക്കും, നിസ്കരിക്കും. എന്നിട്ട് നിസ്കാരം കഴിഞ്ഞ് ഈ ദുനിയാവിലെ ബന്ധുക്കളും മിത്രങ്ങളും ഒക്കെ അവസാനത്തെ കർമ്മം ആ ഖബറിലേക്ക് ഇങ്ങനെ ഇറക്കി വെക്കുകയാണ്. മൂടുകല്ല് വെച്ച് എല്ലാം മണ്ണ് നനച്ച് എല്ലാ ഗ്യാപ്പുകളും അടച്ച് 3 പിടി മണ്ണിട്ട് അവിടെ നിന്ന് തസ്ബീത്ത് ചൊല്ലും. അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബി, അല്ലാഹുമ്മ ഗഫർ ലഹു വർഹംഹു, അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസ. ചോദ്യം ചോദിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ധൈര്യം നൽകണേ, സ്ഥൈര്യം നൽകണേ, ഉത്തരം തോന്നിപ്പിക്കണേ എന്നിങ്ങനെ ചുറ്റുപാടും കൂടിയ ആളുകൾ ഈ അവസാനത്തെ യാത്രയപ്പം നമുക്ക് നൽകുകയാണ്. അവിടുന്ന് അങ്ങോട്ട് പിന്നെ നമ്മൾ കാണുന്ന കാഴ്ച ഈ കാഴ്ചയല്ല, പിന്നെയുള്ള അനുഭവങ്ങൾ ഈ അനുഭവമല്ല. സഹോദരങ്ങളെ, അത് മറ്റൊരു ലോകമാണ്. ബർസഖിയായ ലോകത്തേക്ക് പോയി നമ്മൾ. അവിടെ നമുക്ക് രക്ഷയായിട്ടുള്ളത് നമ്മുടെ ഈ ഓരോ സുന്ദരമായ നിമിഷങ്ങളാണ്. ഈ ഇരുത്തം നമുക്കവിടെ ഉപകാരപ്പെടണം. സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ നമസ്കരിച്ച നമസ്കാരം അവിടെ ഉപകാരപ്പെടണം.
നമ്മൾ ഓതിയ ഖുർആനിന്റെ ആയത്തുകൾ, അതിന്റെ അക്ഷരങ്ങൾ നമുക്കവിടെ ഉപകാരപ്പെടണം. അതിന് തക്ക രൂപത്തിൽ നമുക്കെന്ത് കർമ്മമുണ്ട് എന്നാലോചിച്ച് നോക്കൂ. ഈ പരിശുദ്ധ റമദാൻ തുടങ്ങിയിട്ട് ഒരു ജുസു പോലും ഓതി തീർത്തിട്ടില്ലാത്ത ആളുകൾ ഉണ്ടാവാം. വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസാണ്. ഒരു ജുസു പോലും ഇന്നേ വരെ ഓതി തീർത്തിട്ടില്ലാത്ത ആളുകളും ആ പടച്ച റബ്ബിന്റെ സ്വർഗം പ്രതീക്ഷിക്കുകയാണ്. എത്രയോ ആയത്തുകൾ നമ്മൾ കേട്ടു, എത്രയോ ആയത്തുകൾ നമ്മൾ ഓതി. ആ രൂപത്തിലൊക്കെ നമ്മൾ അത് കേൾക്കുകയും ഓതുകയും ഒക്കെ ചെയ്തപ്പോഴും ഏതെങ്കിലും ഒരു ആയത്ത് നമ്മുടെ മനസ്സിനെ സ്വാധീനിച്ചോ എന്ന് ആലോചിച്ച് നോക്കി സഹോദരങ്ങളെ. +2 നല്ല മാർക്ക് കിട്ടി ജയിച്ച ഒരു കുട്ടി മംഗലാപുരത്തേക്ക് ഉപരിപഠനത്തിന് വേണ്ടി പോവുക. അവൻ അവിടെ ഉപരിപഠനത്തിന് വേണ്ടി പോയപ്പോൾ എല്ലാ തോന്നിയാസവും തുടങ്ങി. സർവ്വവിധത്തിലുള്ള തിന്മകളും, ലഹരിയുണ്ട്, അതുപോലെ വ്യഭിചാരമുണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെ അവൻ ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? തൊട്ടടുത്തുള്ള പള്ളിയിൽ ഇതുപോലെ വന്നിരിക്കുന്നതാണ്. ളുഹറിന് വന്നിരിക്കും, അതേപോലെ നോമ്പ് തുറന്റെ സമയത്ത് വന്നിരിക്കും, അതേപോലെ അത്താഴത്തിനുള്ള വിഭവമൊക്കെ ഇങ്ങനെ കിട്ടും. ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും? ആ പള്ളിയിൽ ഇങ്ങനെ വന്നിരിക്കും. അപ്പൊ ഇതുപോലെ ക്ലാസ് നടക്കുന്നുണ്ട് അവിടെ. ക്ലാസ് ഇങ്ങനെ നടക്കുമ്പോൾ ആ ക്ലാസ് കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവൻ എന്ത് ചെയ്യും? മൊബൈൽ ഫോണിൽ ഇങ്ങനെ തോണ്ടിക്കൊണ്ടേ ഇരിക്കും. എന്നിട്ടോ ഇയർഫോൺ വെക്കും, വേറെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന. ഒരു ദിവസം അദ്ദേഹത്തിന്റെ ആ സഹോദരന്റെ മൊബൈലിലെ ചാർജ് കഴിഞ്ഞു. ചാർജ് കഴിഞ്ഞാൽ പിന്നെ വർക്ക് ചെയ്യൂലല്ലോ. ചാർജ് കഴിഞ്ഞപ്പോൾ ഒരു മൊബൈൽ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അപ്പൊ എന്താണ് ഇപ്പൊ ഇയാൾ പറയുന്നത് എന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഇങ്ങനെ ഇരുന്ന് കേട്ടുകൊടുത്തതാ. അപ്പോഴാണ് വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് ആ സഹോദരന്റെ മനസ്സിൽ വല്ലാതെ കോറിയിടുകയാണ്. എന്താണത്? അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലഹും. സൂറത്ത് യാസീനിലെ ആയത്താണ്. നാളെ നിങ്ങളുടെ വായകൾ സീല് വെക്കപ്പെടും എന്ന്. നിങ്ങളുടെ കൈകൾ സംസാരിക്കും, കാലതിന് സാക്ഷി പറയും. കൈകൾ സംസാരിക്കുമെന്ന ആ വാക്ക് ആ സഹോദരന്റെ മനസ്സിൽ വല്ലാതെ കോറിടുക. അത് വല്ലാതെ കൊണ്ടുപോയി. അവനത് വീണ്ടും വീണ്ടും ആലോചിച്ച് ആ ആയത്തിനെ കുറിച്ച് പഠിക്കാൻ തയ്യാറാകുക. എൻ്റെ ഈ കൈകൾ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ സംസാരിക്കും, ഈ തൊലികൾ സംസാരിക്കും. ഈ കൈ ഉപയോഗിച്ചാണ് ഞാൻ എത്രയോ ക്ലിപ്പുകൾ തോണ്ടിയത്, എൻ്റെ മൊബൈലിൽ ക്ലിക്ക് ചെയ്തത്, എത്രയോ സൈറ്റിൽ ഞാൻ കയറിയത്. അതെല്ലാം നാളെ പാരത്രിക ലോകത്ത് ഈ കൈ വിളിച്ചു പറയുമെന്ന്. ആരാരും കണ്ടിട്ടില്ല എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്ത പാപങ്ങൾ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ തൊലി സംസാരിക്കുമത്രേ. രഹസ്യമായി എത്ര പാസ്വേഡ് ഇട്ട് പൂട്ടിയ മൊബൈൽ ഫോൺ ആണെങ്കിലും ജനലും വാതിലും എല്ലാം അടച്ച് ആരാരും കാണുന്നില്ലെന്ന് വിചാരിച്ച് നമ്മൾ ചെയ്തിട്ടുള്ള മുഴുവൻ പാപങ്ങളും അല്ലാഹു തആല നാളെ പാരത്രിക ലോകത്ത് കൊണ്ടുവരുമെന്നാണ്. സഹോദരങ്ങളെ, മനുഷ്യരാണ്, അത്തരം തിന്മകൾ സംഭവിച്ചു പോയിട്ടുണ്ടാവാം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആ സുഹൃത്ത് ഇന്ന് ഒരു ഇസ്ലാമിക യുവജന പ്രസ്ഥാനത്തിന്റെ ലീഡർഷിപ്പിലുള്ള ഒരാളാണ്. ദീനീ രംഗത്ത് സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഒരായത്താണ് മാറ്റിയത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ ഓർത്ത് കരയാൻ എപ്പോഴെങ്കിലും നമ്മൾ സമയം കണ്ടോ എന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഓതിയ ഖുർആനിന്റെ ഏതെങ്കിലും ഒരായത്ത്, പടച്ചോനെ അത് ഇന്നെ കുറിച്ചാണല്ലോ പറഞ്ഞത്, ഞാൻ മാറേണ്ടതാണല്ലോ, എനിക്കൊരു മാറ്റം വരേണ്ടതാണല്ലോ എന്ന് എപ്പോഴെങ്കിലും നമുക്ക് തോന്നിയോ സഹോദരങ്ങളെ? മാറ്റത്തിനുള്ള സമയമാണ് സഹോദരങ്ങളെ ഇത്. ഈ റമദാൻ അതിനുള്ള സമയമാണ്. നമ്മുടെ തെറ്റുകളൊന്ന് അള്ളാഹിനോട് ഏറ്റുപറയാ. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു മനുഷ്യൻ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുക, ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് റജുലുൻ ദക്കറല്ലാഹ ഖാലിയ, ഒരു മനുഷ്യൻ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുക. അപ്പൊ ഇങ്ങനെ ദക്കറല്ലാഹ, അള്ളാഹിനെ കുറിച്ച് ഇങ്ങനെ ഓർമ്മ വരിക. അവന്റെ കഴിഞ്ഞ കാല ഇന്നലകളെ കുറിച്ച്, ജീവിതത്തിൽ ചെയ്ത തെറ്റുകളെ കുറിച്ച്, തൻ്റെ ബാല്യത്തിൽ ചെയ്ത, കൗമാരത്തിൽ ചെയ്ത, പഠനകാലത്ത് ചെയ്ത, തൻ്റെ വ്യവഹാരങ്ങളിൽ അവൻ ചെയ്തു കൂട്ടിയിട്ടുള്ള തിന്മകൾ ഇങ്ങനെ ഓർമ്മ വരിക. ഒറ്റയ്ക്കിരിക്കുക, കൂട്ടത്തിലല്ല, ഒന്ന് ശാന്തമായിട്ട് ഒറ്റയ്ക്കിരിക്കുക. അപ്പൊ ഇങ്ങനെ ഓർമ്മ വരിക. അപ്പൊ ഇങ്ങനെ തൻ്റെ മരണത്തെക്കുറിച്ച്, പഠിച്ചോനെ ഞാനിപ്പോ ഈ ശ്വാസം നിന്ന് എന്തേക്കാരവസ്ഥ, ഇനി ഇങ്ങനെ എൻ്റെ സ്വീകരണ മുറിയിൽ കൊണ്ടുപോയിക്കൂലെ, വെള്ള തുണിയിട്ട് ഇങ്ങനെ മൂടും, ബന്ധുക്കളും മിത്രങ്ങളൊക്കെ ചുറ്റുപാടും കൂടും, പിന്നെ എൻ്റെ മയ്യത്ത് കുളിപ്പിക്കും, എൻ്റെ ഡ്രസ്സൊക്കെ മറ്റാരൊക്കെയോ അഴിച്ചു മാറ്റും, അവരെന്നെ കുളിപ്പിക്കും, എൻ്റേതെന്ന് ഞാൻ വിചാരിച്ചെന്നൊക്കെ എൻ്റേതല്ലാതായി മാറും, എൻ്റെ പേര് പോലും മാറും, മയ്യത്ത് എന്ന പേരായി മാറും. എന്നിട്ട് എന്നെ അതാ എടുത്തു കൊണ്ടുപോവുകയാണ്. ആർക്കും ഒന്നും ചെയ്തു തരാൻ സാധിക്കുന്നില്ല, എനിക്ക് തിരിച്ചൊന്നും പറയാൻ സാധിക്കുന്നില്ല. പക്ഷേ ഈ അവസ്ഥയിൽ ഞാൻ ഒരാളോടും സഹായം ചോദിക്കാൻ സാധിക്കാത്ത ആ അവസ്ഥയിൽ ഞാൻ ഇങ്ങനെ പോകുമ്പോൾ എനിക്ക് എന്താ ഉണ്ടാവുക? എൻ്റെ ഇന്നത്തെ ഈസിൻ്റെ സർട്ടിഫിക്കറ്റുകൾ എനിക്ക് ഉപകാരപ്പെടുമോ? എൻ്റെ ബന്ധുക്കൾ ഉപകാരപ്പെടുമോ? ഇണ ഉണ്ടാകുമോ? ഒന്നും ഉണ്ടാവില്ലല്ലോ.
ആ സമയത്ത് ഇങ്ങനെ തന്റെ തിന്മകളെ കുറിച്ച് ഇങ്ങനെ ഓർക്കുക ഒറ്റയ്ക്കിരിക്കുമ്പോ. ഖാലിയൻ. അപ്പോഴോ ഫഫാലത്ത് ഐനാഹു, അവന്റെ രണ്ട് കണ്ണുകളിലൂടെയും കണ്ണുനീരിങ്ങനെ ധാരധാരയായി വന്നു എന്ന്. ഒറ്റയ്ക്കിരുന്ന് അങ്ങനെ കരയാൻ സാധിച്ചോ എന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് എപ്പോഴെങ്കിലും കുടുംബത്തിലെ രോഗമൂർത്തി നമ്മൾ കരഞ്ഞിട്ടുണ്ടാവാം, വേണ്ടപ്പെട്ടവരുടെയും ഉറ്റവരുടെയും മരണവാർത്ത കേട്ടുകൊണ്ട് കരഞ്ഞിട്ടുണ്ടാവാം. എപ്പോഴെങ്കിലും ഒറ്റയ്ക്കിരുന്ന് നമ്മുടെ തിന്മകൾ ഓർത്ത്, നരകമോർത്ത്, പരലോകമോർത്ത്, ഖബർ ജീവിതമോർത്ത് എപ്പോഴെങ്കിലും നമ്മൾ കരഞ്ഞോ? അങ്ങനെ കരയാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നാളെ അള്ളാഹുവിന്റെ അർശിന്റെ തണൽ നൽകുമെന്നാണ്. അത്തരം കണ്ണുകൾ നാളെ അള്ളാഹുവിന്റെ നരകം സ്പർശിക്കൂലെന്നാണ്. സഹോദരങ്ങളെ, അതൊരു വല്ലാത്ത അനുഗ്രഹമാണ്. ഒറ്റയ്ക്കിരിക്കുമ്പോ പടച്ചോനെ കുറിച്ച് ഓർത്ത് കരയാൻ സാധിക്കുക എന്നത്. അതിന് ഏറ്റവും പറ്റിയ സമയമാണ് അത്താഴവേളകൾ. ആ അത്താഴവേളകൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു 50 ആയത്ത് ഓതാനുള്ള സമയമാണ് അത്താഴം കഴിച്ചതിന് ശേഷം സുബ്ഹി ബാങ്ക് കൊടുക്കുന്നത് വരെ ഉണ്ടായിരുന്നത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഞങ്ങൾക്ക് ഒരു 50 ആയത്ത് ഓതാനുള്ള സമയം. ആ സമയത്ത് നമ്മൾ എന്താ ചെയ്തത്? വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ, രാവിന്റെ ആ അന്ത്യസമയങ്ങളിൽ അവർ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിന് വേണ്ടി ചോദിക്കുന്നവരായിരിക്കും. നമ്മൾ പറഞ്ഞോന്ന് ആലോചിച്ച് നോക്കി. ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാ എന്ന് നമ്മൾ പറഞ്ഞോ സഹോദരങ്ങളെ? ഇപ്പൊ നിസ്കരിച്ചിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. നമ്മൾ അസ്താഫിറുല്ലാ 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 എന്ന് 3 വട്ടം പറഞ്ഞു. നമ്മളൊന്ന് മനസാക്ഷിയോട് പറഞ്ഞോക്കെ, എത്ര ആത്മാർത്ഥമായിട്ടാണ് നമ്മൾ പറഞ്ഞത്? അതല്ല ഒരു അധര വ്യായാമം പോലെ യാന്ത്രികമായി നമ്മൾ അങ്ങനെ പറഞ്ഞു പോയതാണോ? അതല്ല, അത് പറഞ്ഞപ്പോ പടച്ചോനെ ഇന്റെ പാപങ്ങൾ എനിക്ക് പുറത്തു തന്നെ നമ്മളെ മനസ്സിലുണ്ടായിരുന്നോ എന്ന് ആലോചിച്ച് നോക്കി. കേവലം അധര വ്യായാമങ്ങളായി മാറുന്നു. നമ്മുടെ ആരാധനകളും ദിക്റുകളും ദുആകളും കേവലം സിംബലുകളായി മാറുന്നു സഹോദരങ്ങളെ. ആരാധനകൾ വരെ അങ്ങനെയായി മാറാണ്. മനസ്സറിഞ്ഞ് ചെയ്യാൻ പലപ്പോഴും സാധിക്കുന്നില്ല എന്നാണ്. ഇവിടെയാണ് ഞാനും നിങ്ങളും ആത്മാർത്ഥമായി മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിനോട് നമ്മൾ നമ്മുടെ തിന്മകളൊക്കെ ഏറ്റുപറഞ്ഞ് തൗബ ചെയ്യുകയാണെങ്കിൽ അള്ളാഹ് പുറത്തു തരാൻ തയ്യാറാണ് എന്ന്. കാരണം അതുവഴി നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത് സ്വർഗത്തിലാണ്. അതിന് ഏറ്റവും അനുകൂലമായ സമയമാണ് നമുക്കിന്ന് വന്നു കിട്ടിയിട്ടുള്ളത്. പിശാചിന്റെ പ്രേരണക്ക് വഴങ്ങി പാപങ്ങൾ ചെയ്തു പോകുന്ന പ്രകൃതത്തിലാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സത്യവിശ്വാസി സദാസമയവും തൻ്റെ അടുക്കൽ വന്നുപോയ പാപങ്ങൾ പൊറുക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നോക്കൂ നിങ്ങൾ, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വല്ലാഹി ഇന്നി ലഅസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി ഫിൽ യൗമി അക്സറ മിൻ 70 മറ എന്നാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം 70 തവണയൊക്കെ 70-ലധികം തവണയൊക്കെ ഇസ്തിഗ്ഫാറിന് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. ഇമാം അബൂദാവൂദും തിർമിദിയും ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, കുന്നാ നഉദ്ദു ലിറസൂലില്ലാഹി ഫിൽ മജ്ലിസിൽ വാഹിദ് 100 മറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സദസ്സിലൊക്കെ ഇങ്ങനെ ഇരുന്ന് എഴുന്നേൽക്കുമ്പോഴേക്ക് 100 തവണയൊക്കെ ഇങ്ങനെ ഇസ്തിഗ്ഫാറിന് വേണ്ടി പ്രാർത്ഥിക്കും. എന്താണ് അവിടുന്ന് പ്രാർത്ഥിക്കുക? റബ്ബി ഗഫിർലി വതുബ് അലയ്യ ഇന്നക അൻത തവ്വാബുർ റഹീം. എൻ്റെ റബ്ബേ, എനിക്ക് നീ പുറത്തു തരികയും എൻ്റെ പശ്ചാത്താപം സ്വീകരിക്കുകയും ചെയ്യണമേ. തീർച്ചയായും നീ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും ദയാലുവുമാകുന്നു എന്ന ആ പ്രാർത്ഥന ഇങ്ങനെ റസൂലുള്ള ആവർത്തിച്ച് ഒരു സദസ്സിലിരിക്കുമ്പോഴേക്ക്, അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോഴേക്ക് 100-ലധികം തവണയൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്രയധികം ഇസ്തിഗ്ഫാറിന് വേണ്ടി പ്രാർത്ഥിച്ചത്? പാപം ചെയ്യാത്ത ആളാണ് റസൂലുള്ള, തെറ്റ് ചെയ്യാത്ത ആളാണ്. എന്നിട്ടും പ്രവാചകൻ അങ്ങനെ പ്രാർത്ഥിച്ചു എങ്കിൽ സഹോദരങ്ങളെ, പരിശുദ്ധനായ അള്ളാഹുവിനെ കണ്ടുമുട്ടുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളത് കൊണ്ടും, പാപം ചെയ്ത അടിമ അള്ളാഹുവോട് പശ്ചാത്തപിക്കുന്നത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സന്തോഷമുള്ള കാര്യമാണ് എന്നതുകൊണ്ടുമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്രയധികം തവണ ഇത് ആവർത്തിച്ചത് എന്നാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയാണ്, സൂറത്തുൻ നിസായിലെ 110-ാമത്തെ വചനത്തിൽ അല്ലാഹ് പറയാണ്, വമൻ യഅമൽ സൂഅൻ ഔ യളിം നഫ്സഹു, ആരെങ്കിലും വല്ല തിന്മകൾ ചെയ്യുകയോ സ്വന്തത്തോട് വല്ല അക്രമം പ്രവർത്തിക്കുകയോ ചെയ്ത ശേഷം അള്ളാഹുവിനോട് പാപമോചനം തേടുകയും ചെയ്യുന്ന പക്ഷം അള്ളാഹുവിനെ നിനക്ക് ഏറെ പൊറുക്കുന്നവനായും കരുണാനിധിയുമായി കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അപ്പോ
പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ആ പാപങ്ങൾ പൊറുക്കുവാൻ അള്ളാഹുവും തയ്യാറാണ് എന്നാണ് ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. നോക്കുന്നില്ലേ, രാവിലെ ഒരാൾ തെറ്റ് ചെയ്താല് അള്ളാഹു തആല വൈകുന്നേരം തന്റെ അടിമ തൗബ ചെയ്യോന്ന് നോക്കിക്കാണ്. വൈകുന്നേരം ചെയ്ത തെറ്റിന് നേരം വെളുക്കുമ്പോ തൗബ ചെയ്യോ എന്ന് ആലോചിച്ച് നിൽക്കുകയാണ്. അള്ള നോക്കി നിൽക്കുകയാണ്. ഒരടി പടച്ചോനിലേക്ക് അങ്ങോട്ട് എടുത്താൽ അള്ള അങ്ങോട്ട് ഓടി വരും എന്ന്. നടന്നു പോയാൽ അള്ളാഹ് അങ്ങോട്ട് ഓടി വരിക. 1 മീറ്റർ എടുത്താല് 10 മീറ്റർ ഇങ്ങോട്ട് എടുക്കുകയാണ്. ഒക്കെ പുറത്തുതരാൻ അള്ള തയ്യാറാണ്. ഈ ഒരു മാസത്തിന്റെ പ്രത്യേകതയാണ് സഹോദരങ്ങളെ. നമ്മളൊന്ന് ഏറ്റു പറയണം. മനസ്സറിഞ്ഞ് ശാന്തമായി ഒറ്റയ്ക്കിരുന്ന് അള്ളാഹിനോട് പറയാൻ തയ്യാറാകണമെന്നാണ്. നല്ലവരായ അള്ളാഹുവിന്റെ അടിമകളെ പരിചയപ്പെടുത്തിയപ്പോൾ അവരെ കുറിച്ച് അള്ളാഹു പറഞ്ഞ എന്താ അറിയോ, നല്ല ഈമാനുള്ള നല്ല മനുഷ്യന്മാരെ കുറിച്ച് പരിചയപ്പെടുത്തിയപ്പോൾ അള്ളാഹു പറഞ്ഞ ചില പ്രത്യേകതകൾ സൂറത്ത് ആൽ ഇംറാനിലെ 135-ാമത്തെ വചനത്തിൽ അള്ളാഹ് പറയാം, നമ്മൾ ആ ഗണത്തിൽ പെടുവോ, അത്തരം നല്ല വിശ്വാസികളാണോ എന്ന് നമ്മൾ ആലോചിക്കുക. അള്ളാഹ് പറഞ്ഞത് നോക്കൂ നിങ്ങൾ, വല്ലദീന ഇദാ ഫഅലൂ ഫാഹിഷതൻ ഔ ളലമൂ അൻഫുസഹും, വല്ല നീച പ്രവൃത്തിയും ചെയ്തു പോയാൽ അഥവാ സ്വന്തത്തോട് തന്നെ വല്ല ദ്രോഹവും ചെയ്തു പോയാൽ ദക്കറല്ലാഹ, അവൻ അല്ലാഹുവിനെ ഓർക്കുകയും ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം, തങ്ങളുടെ പാപങ്ങൾക്ക് മാപ്പ് തേടുകയും ചെയ്യുന്നവർക്ക് വേണ്ടി വമൻ യഗ്ഫിറദ്ദുനൂബ ഇല്ലല്ലാഹ്, പാപങ്ങൾ പൊറുക്കുവാൻ അല്ലാഹയല്ലാതെ മറ്റാരാണുള്ളത്? നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ അല്ലാഹയല്ലാതെ ആരാണുള്ളത്? സഹോദരങ്ങളെ, നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ. പാപങ്ങൾ അതെല്ലാം പൊറുക്കപ്പെടാതെയാണ് നമ്മൾ മരണപ്പെട്ടു പോകുന്നത് എങ്കിൽ ആ പാപങ്ങൾ ഏറ്റെടുക്കാൻ ആരാണുള്ളത്? ബന്ധുക്കളും മിത്രങ്ങളും ഒക്കെ മരിച്ചാലതാ ഒരുപക്ഷെ നമ്മളിങ്ങനെ മരിച്ചു കിടക്കുമ്പോ ആ മയ്യത്ത് ഇങ്ങനെ മുന്നിൽ വെച്ചുകൊണ്ട് അതാ അവിടെ നിന്നൊരു അനൗൺസ്മെന്റ് ഉണ്ട്, ഇന്നാൽ ഇന്ന മനുഷ്യൻ മരണപ്പെട്ടിട്ടുണ്ട്, ഇയാൾ അതാ വാക്കാലോ പ്രവർത്തിയാലോ ആരോടെങ്കിലും വല്ലതും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് എല്ലാവരും പൊരുത്തപ്പെട്ടു കൊടുക്കണമെന്ന് പറയും. എന്നിട്ടതാ അവിടെ നിന്ന് പറയുന്നു, ഇദ്ദേഹം വല്ല സാമ്പത്തികമായ ഇടപാടും ആർക്കെങ്കിലും തരാനോ കൊടുക്കാനോ വാങ്ങാനോ ഒക്കെ ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ സഹോദരങ്ങൾ അല്ലെങ്കിൽ പിതാവ് അല്ലെങ്കിൽ മക്കൾ ബന്ധുക്കൾ ഇതാ ഇന്ന ഇന്ന ആളുകൾ അത് ഏറ്റിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് അവരിൽ നിന്ന് ആ ഇടപാട് തീർത്തുകൊണ്ട് ഈ മയ്യത്തിനെ മോചിപ്പിക്കണം എന്ന് ഒരു അനൗൺസ്മെന്റ് നടക്കാറുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, ഈ മനുഷ്യൻ ചെയ്തിട്ടുള്ള പാപങ്ങളൊക്കെ ആരെങ്കിലും ഏറ്റെടുക്കുമോ? നമ്മൾ ചെയ്ത പാപങ്ങൾ ആരെങ്കിലും ഏറ്റെടുക്കുമോ? ഇയാൾ ചെയ്തിട്ടുള്ള തെറ്റുകളൊക്കെ ഇതാ ഇന്ന ഇന്ന ആളുകൾ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് ആരെങ്കിലും പറയുമോ? ഒരാളും ഏറ്റെടുക്കൂല. അതാ അള്ളാഹ് പറഞ്ഞത്, വമൻ യഗ്ഫിറദ്ദുനൂബ ഇല്ലല്ലാഹ്, പാപങ്ങൾ പൊറുക്കുവാൻ അല്ലാഹയല്ലാതെ മറ്റാരാണുള്ളത്? അല്ലാതെ ഒരാളുമില്ല. അതുകൊണ്ട് തന്നെ ആ അള്ളാഹിനോടല്ലാതെ നമുക്ക് പ്രാർത്ഥിക്കാനും പറ്റൂല. അള്ളാഹുവിനോടല്ലാതെ നമുക്ക് പ്രാർത്ഥന ഇല്ലല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ പരിശുദ്ധ റമദാനിന്റെ ഓരോ ദിനങ്ങളിലും വിശ്വാസി സമൂഹം അള്ളാഹിനോട് പ്രാർത്ഥിച്ചവരാണ്. 10-16 റമദാനിന്റെ ദിനരാത്രങ്ങളിൽ അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിച്ചവർ, പടച്ചവനോട് സങ്കടം പറഞ്ഞവർ, അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിച്ചവർ, അള്ളാഹുവിന് വേണ്ടി നോമ്പ് നോറ്റവർ, അള്ളാഹുവിന് വേണ്ടി ഖുർആൻ പാരായണം ചെയ്തവർ. റമദാൻ 17 ആയപ്പോ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ സമുദായത്തിലെ മഹാഭൂരിഭാഗം വരുന്ന സഹോദരങ്ങളും അല്ലാത്ത ആളുകളെ വിളിച്ച് പ്രാർത്ഥിച്ചു, ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചു. അല്ല ഒരിക്കലും പൊറുക്കാത്തൊരു പാപല്ലേ സഹോദരങ്ങളെ? അല്ല ഒരിക്കലും പൊറുക്കാത്തതല്ലേ? അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്നത് അല്ല വിശുദ്ധ ഖുർആനിൽ പറയും, നിങ്ങളെ പാപം പൊറുക്കാൻ അല്ലാതെ വേറെ ആരാണുള്ളത്? അപ്പൊ ആ അള്ളാഹിനോടല്ലേ നമ്മൾ ചോദിക്കേണ്ടത്? എന്നിട്ട് നമ്മുടെ പാപം പൊറുക്കാൻ വേണ്ടി പ്രവാചകനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമോ? പറ്റൂലല്ലോ. തങ്ങന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമോ? പറ്റൂലല്ലോ. സഹോദരങ്ങളെ, സൃഷ്ടികളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ലല്ലോ. അത് പാടില്ലാത്തതാണെന്ന് വിശുദ്ധ ഖുർആൻ പറയാണല്ലോ. എന്നിട്ടും നമ്മുടെ കുടുംബങ്ങളിലെ, നമ്മുടെ ബന്ധുക്കളിലെ, നമ്മുടെ സുഹൃത്തുക്കളിലെ പല ആളുകളും അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവരുടെ അറിവില്ലായ്മ കൊണ്ടോ ശ്രദ്ധക്കുറവ് കൊണ്ടോ അവരുടെ അമലുകൾ മുഴുവൻ പൊളിഞ്ഞു പോകുന്ന ഒരവസ്ഥ. അല്ല പറയുന്നു, വമൻ യഗ്ഫിറദ്ദുനൂബ ഇല്ലല്ലാഹ്, നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കാൻ അല്ലാതെ വേറെ ആരുമില്ല. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ റമദാനിന്റെ ഏറ്റവും പുണ്യകരമായ ദിനരാത്രങ്ങളാണ് ഈ അവസാനത്തെ 10 എന്ന് പറയുന്നത്. അതിന്റെ ഒറ്റയിട്ട രാവുകൾ ഏറ്റവും പുണ്യമാണ്.
അള്ളാന്റെ പ്രവാചകൻ പറഞ്ഞതായിട്ട് ഹദീസുകളിൽ കാണാൻ സാധിക്കും. സ്വഹാബത്ത് രേഖപ്പെടുത്തുക, ആ റമദാനിന്റെ അവസാനത്തെ 21-ാമത്തെ രാവിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ രൂപത്തിൽ സ്വഹാബത്തിനെയും കൊണ്ട് രാത്രികാലങ്ങളിൽ വല്ലാതെ എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കുമായിരുന്നു എന്നാണ്. 1/3 ഭാഗമൊക്കെ നിന്ന് നമസ്കരിച്ചിരുന്നു എന്ന്. സ്വഹാബത്ത് ഇങ്ങനെ പ്രവാചകന്റെ കൂടെ നമസ്കരിച്ചിരുന്നു, ഇഅ്തികാഫിരുന്നു. അവിടുത്തെ കുടുംബത്തെ അവർ വിളിച്ചുണർത്തിയിരുന്നു. എന്നിട്ട് രാത്രിയെ സജീവമാക്കിയിരുന്നു. രാത്രിയെ സജീവമാക്കും, കുടുംബത്തെ വിളിച്ചുണർത്തും, കുട്ടികളും മക്കളും ഒക്കെ ആയിട്ട് പള്ളിയിൽ വന്നിരിക്കും, ഇഅ്തികാഫിരിക്കും. രാത്രികാലങ്ങളിൽ അങ്ങനെ ഇരിക്കുമായിരുന്നു. ഈ അവസാനത്തെ 10 അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ലൈലത്തുൽ ഖദറിന്റെ ദിനരാത്രങ്ങളാണ്, ഒറ്റയിട്ട രാവുകളിൽ. 23-ാമത്തെ രാവിലാണ് ലൈലത്തുൽ ഖദർ എന്ന് ചില ഹദീസുകളിൽ കാണുന്നു. അതുകൊണ്ട് തന്നെ സ്വഹാബത്ത് ആ രൂപത്തിൽ രേഖപ്പെടുത്തി വെക്കുന്നു. ചില ആളുകൾ ചില ഹദീസിൽ കാണുന്നു 25-ാം രാവിലാണ് എന്ന്, ചില ഹദീസുകളിൽ 27-ാം രാവിലാണ് എന്ന് കാണുന്നു. അഥവാ 23-ാം രാവിനൊക്കെ 1/3 ഭാഗം നിന്ന് നമസ്കരിച്ചു എന്നും, ഈ 25-ാം രാവിന് രാത്രിയുടെ പകുതിയോളം നിന്ന് നമസ്കരിച്ചു എന്നും, 27-ാം രാവിന്റെ അന്നൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനെയും കൊണ്ട് നേരം പുലരുവോളം അഥവാ അത്താഴത്തിന്റെ സമയമാകുന്നത് വരെ നമസ്കരിച്ചു. സഹാബത്ത് പറയാം, ഞങ്ങൾക്ക് അത്താഴം കഴിക്കാൻ സമയം കിട്ടൂലേ എന്ന് വരെ ഞങ്ങൾക്ക് തോന്നുമാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും സമയം പള്ളിയിൽ നിന്ന് നിസ്കരിച്ചു. ആ ദിവസം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇനിതാ 27-ാം രാവിൽ നമ്മുടെ സമൂഹത്തെ മഹാഭൂരിഭാഗം വരുന്ന ഒരു ടീമിനെ ആ പള്ളികളിൽ നിന്ന് അടർത്തി മാറ്റി പാടത്തേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം നടക്കുക ഈ അടുത്ത കാലത്തായി തുടങ്ങിയ ഒരു ഏർപ്പാടാണ്. 27-ാം രാവിന് അത്തരത്തിൽ പ്രത്യേകമായ മജ്‌ലിസുകൾ ഉണ്ടാക്കിയിട്ട് പാടത്ത് കൊണ്ടുപോയിരുത്തിയിട്ട് തങ്ങളോട് പ്രാർത്ഥിക്കുന്ന, അതുപോലെ ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ എന്ന് അല്ലാഹു അല്ലാത്തവരോട് പറയുന്ന വളരെ ദയനീയമായ അവസ്ഥ. സഹോദരങ്ങളെ വിമർശിക്കാനോ കുറ്റപ്പെടുത്താനല്ലോ അതിനല്ല ഞാനിത് പറയുന്നത്. മറിച്ച് നമ്മുടെ സമൂഹത്തിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പുണ്യമാണ് എന്ന് വിശ്വസിക്കുന്ന പല സഹോദരങ്ങളും അതിൽ അകപ്പെട്ടു പോകുന്നു. എന്നാൽ വിശുദ്ധ ഖുർആൻ പറയാ, ആ ദിവസങ്ങളിൽ നിങ്ങൾ പള്ളികളിൽ കഴിച്ചു കൂട്ടണം, എന്നിട്ട് അല്ലാഹുവോട് പ്രാർത്ഥിക്കണം. വമൻ യഗ്ഫിറുദ്ദുനൂബ ഇല്ലല്ലാഹ്, പാപങ്ങൾ പൊറുക്കാൻ അല്ലാഹയല്ലാതെ മറ്റാരാണുള്ളത് എന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹ് നമ്മളെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല, ആ പാപങ്ങൾ പൊറുക്കണമെങ്കിൽ ഒരു കണ്ടീഷൻ വെച്ചു അല്ലാഹു തആല. അതെന്താ? വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ, ചെയ്തുപോയ ദുഷ്പ്രവൃത്തിയിൽ അറിഞ്ഞുകൊണ്ട് ഉറച്ചു നിൽക്കാത്തവരുമാകുന്നു അവർ. ഒരു തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ പിന്നെ ആ തെറ്റ് അവസാനിപ്പിക്കാൻ നമുക്ക് സാധിക്കണമെന്നാണ്. ഒരാൾക്ക് തെറ്റ് അത് സാധിക്കും സഹോദരങ്ങളെ. ഒരു തിന്മയാണ് എന്ന് ബോധ്യപ്പെട്ടാൽ അത് അവസാനിപ്പിക്കാൻ സാധിക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസി. ഇപ്പൊ നോമ്പിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സുബഹി മുതൽ വൈകുന്നേരം മഗ്‌രിബ് വരെ ഒരാൾ ബീഡി വലിക്കുന്ന ഒരാളാണെങ്കിൽ ആ ബീഡി വേണ്ടാന്നാണ് വെക്കും. എന്താ കാരണം? നോമ്പിനെ വലിക്കണ്ട വെച്ചിട്ട്. ആ ഒരു പുകവലി ശീലമുള്ള ഒരാൾ നോമ്പിനത് പാടില്ലാത്തതാണ് എന്നാണ് ഒഴിവാക്കാണ്. ആ പകലന്തിയോളം അത് ഒഴിവാക്കാൻ സാധിച്ച ആള് നോമ്പ് തുറന്നിട്ട് വീണ്ടും അത് കത്തിക്കുകയാണെങ്കിലോ അതുവരെ പടച്ചോൻ കൊടുത്ത ആ ഒരു അനുഗ്രഹം വേണ്ടാന്ന് വെക്കാണ്. 30 ദിവസക്കാലം സഹോദരങ്ങൾ അതാണ് ഒഴിവാക്കിയാൽ അയാളെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്ന നമുക്ക് ശീലമായ പല തിന്മകളും സഹോദരങ്ങളെ മാറ്റാൻ സാധിക്കുമെന്ന് നോമ്പിലൂടെ അല്ലാഹു തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. ഒരു തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ അത് അവസാനിപ്പിച്ച് അള്ളാഹിനോട് തൗബ ചെയ്യണമെന്നാണ്. ഒരു ബാർ ഹോട്ടലില് ജോലി ചെയ്യുന്ന ഒരു സഹോദരൻ, അവിടുത്തെ സെക്യൂരിറ്റി ആയ ഒരു സഹോദരൻ, ആ സഹോദരന് അവിടെ അദ്ദേഹത്തിന് പ്രത്യേക കോട്ടുണ്ട് അവിടെ എന്നാണ്. അദ്ദേഹം ഇഷ്ടം പോലെ അദ്ദേഹത്തിന് അത് ഉപയോഗിക്കാനും സാധിക്കും. അദ്ദേഹത്തിന്റെ ബന്ധുക്കളും മിത്രങ്ങളും ഒക്കെ എന്ത് ചെയ്യാണ്? ഒരു ഡി അഡിക്ഷൻ സെന്ററിൽ അദ്ദേഹത്തെ കൊണ്ടുപോയേക്കാണ്. അദ്ദേഹത്തെ കൊണ്ടുള്ള ഇടങ്ങേറുണ്ട് കൊണ്ടുപോയേക്കാണ്. അവസാനം അദ്ദേഹം ആ ഡി അഡിക്ഷൻ സെന്ററിൽ ഖുർആൻ ക്ലാസ്സുകളും കൗൺസിലിംഗ് ക്ലാസ്സുകളും അവിടെയുള്ള പ്രത്യേകമായ ട്രീറ്റ്മെന്റും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരു 10-21 ദിവസക്കാലം അവിടെ കഴിഞ്ഞു കൂടിയപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മാറ്റം വരികയാണ്. അത് കിട്ടാതായപ്പോൾ വേണ്ടാന്ന് വെച്ചപ്പോൾ നോമ്പ് നമ്മൾ അങ്ങനെ ശീലിപ്പിച്ചില്ലേ. ഇപ്പൊ ഈ വയനാട് ജില്ലയിൽ ഞാനൊരു ക്ലാസ്സിന് പോയപ്പോൾ അവിടെ ഒരു സഹോദരൻ അദ്ദേഹം പറയാ, ഒരാൾ ചോദിക്കുകയാണ്, നിങ്ങൾ ഈ നോൽമ്പ് എന്നാ കഴിച്ചാൽ? ബാർ ഹോട്ടലിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. നിങ്ങൾ ഈ നോൽമ്പ് എന്നാ കഴിയാൻ? അതിൽ എന്തായാലും നോമ്പിന്റെ സുന്നത്ത് നോമ്പൊക്കെ അടക്കം 6 നോമ്പൊക്കെ അടക്കം ഇൻഷാ അല്ലാഹ് ഒരു 18-ാം തീയതി ഒക്കെ ആകുമ്പോഴേക്ക് കഴിയായിരിക്കും, 16-ാം തീയതി ഒക്കെ ആകുമ്പോഴേക്ക് കഴിയും എന്ന് പറഞ്ഞപ്പോൾ ഇത് നേരത്തെ ആക്കാൻ പറ്റുമെന്ന്. 60% ആൾക്കാർ ഇപ്പോൾ ബാർ ഹോട്ടലിൽ വരുന്നില്ല. അപ്പൊ നമ്മളെ കൗമ് നിങ്ങൾ എവിടെയെന്ന് ആലോചിച്ച് നോക്കാണ്.
റമദാനിൽ 60% ആൾക്കാർ ഇപ്പൊ കച്ചവടം കുറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറയുന്നത്. അപ്പോ നമ്മൾ നിർത്താൻ പറ്റും എന്ന് നമ്മളെ കൊണ്ട് പടച്ചോ നമുക്ക് കൃത്യമായിട്ട് കാണിച്ചു തന്നു. ഇനി അത് തുടങ്ങരുത്. വലം യുസിറു അലാ മാ ഫഅലൂ വഹും യഅലമൂൻ. അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റിൽ ഉറച്ചു നിൽക്കാത്ത ആളുകളാണ് യഥാർത്ഥ വിശ്വാസികൾ. അവർക്ക് എന്താ പ്രതിഫലം? ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ച ആളുകൾ, തൗബ ചെയ്ത ആളുകൾ, റമദാൻ കഴിഞ്ഞാൽ നിർത്തിവെച്ച തിന്മ ചെയ്യരുത്, അത് പിന്നീട് അത് ആവർത്തിക്കരുത്. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അങ്ങനെ നിർത്തിവെച്ചാൽ, ഇസ്തിഗ്ഫാറിന് വേണ്ടി റബ്ബിനോട് ചോദിച്ചാൽ, അല്ലാഹ് പറയാ ഉലൈക ജസാഉഹും മഗ്ഫിറത്തും മിർ റബ്ബിഹിം. അത്തരക്കാർക്കുള്ള പ്രതിഫലം തങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്നുള്ള പാപമോചനമാകുന്നു. വജന്നത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. താഴ്ഭാഗത്തുകൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗ്ഗത്തോപ്പുകളാകുന്നു. ഖാലിദീന ഫിഹാ. അവരതിൽ നിത്യവാസികളായിരിക്കും. വനിഅമ അജ്റുൽ ആമിലീൻ. പ്രവർത്തിക്കുന്നവർക്ക് ലഭിക്കുന്ന പ്രതിഫലം എത്ര മഹത്തരമാകുന്നു. സഹോദരങ്ങളെ, ഇത് പാപമോചനം, അസ്തഗ്ഫിറുല്ലാ എന്ന് അധികരിപ്പിക്കുന്ന, തെറ്റുകൾ ബോധ്യപ്പെട്ട് റബ്ബിനോട് പശ്ചാത്തപിക്കുന്നവർക്കുള്ള പ്രതിഫലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, പരലോകത്ത് ലഭിക്കുന്ന അതിമഹത്തായ പ്രതിഫലത്തിന് പുറമെ പാപമോചനം തേടുന്നവർക്ക് അല്ലാഹു തആല ഈ ദുനിയാവിലും ഒരുപാട് നന്മകൾ നൽകുമത്രേ. അസ്തഗ്ഫിറുല്ലാ എന്ന് വർദ്ധിപ്പിക്കുന്നവർ, അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നവർക്ക്, അത് പതിവാക്കുന്ന ആളുകൾക്ക് ഈ ദുനിയാവിലും അല്ലാഹു തആല ഒരുപാട് നന്മകൾ നൽകും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ലസിമൽ ഇസ്തിഗ്ഫാറ. ആരെങ്കിലും പാപമോചനം തേടുന്നത് പതിവാക്കിയാൽ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ദീഖിൻ മഖ്റജാ. എല്ലാ ക്ലേശങ്ങളിൽ നിന്നും അവന് അല്ലാഹു തആല രക്ഷ നൽകുന്നതാണ്. ഈ ദുനിയാവിൽ ലഭിക്കുന്നതാണത്. എല്ലാ ക്ലേശങ്ങളിൽ നിന്നും അവന് രക്ഷ നൽകും. മാത്രാണോ, വമിൻ കുല്ലി ഹമ്മിൻ ഫർജാ. എല്ലാ ദുഃഖങ്ങളിൽ നിന്നും അവന് ആശ്വാസം നൽകുന്നതാണ്. മാത്രമല്ല, വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. അവൻ വിചാരിക്കാത്ത മാർഗത്തിലൂടെ അല്ലാഹു തആല അവന് റിസ്ക് നൽകുന്നതാണ്. റിസ്ക് എന്ന് പറഞ്ഞാൽ ഭക്ഷണം എന്ന് മാത്രമല്ല, ജീവിക്കാനുള്ള മാർഗം പടച്ചോൻ ആ റിസ്ക് കാണിച്ചു തരും. എന്ത് വർദ്ധിപ്പിച്ചാൽ? ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചാൽ, പാപമോചനം തേടിയാൽ ഈ ദുനിയാവിൽ അല്ലാഹു തആല നൽകുന്ന പ്രതിഫലമാണ് സഹോദരങ്ങളെ ഇത്. മാത്രമല്ല, ഇപ്പൊ എല്ലാവരും ഇങ്ങനെ വേവലാതിപ്പെടുക. അപ്പൊ ഈ ശീതീകരിച്ച പള്ളി ആയതുകൊണ്ട് നമ്മളിങ്ങനെ ശാന്തമായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. പുറത്തിറങ്ങിയാൽ നല്ല ചൂടാണ്. ഒരു മഴ കിട്ടിയിരുന്നെങ്കിൽ എന്ന് എല്ലാവരും ആഗ്രഹിക്കുകയാണ്. വല്ലാത്ത പ്രയാസത്തിലാണ് എല്ലാവരും. ജലാശയങ്ങൾ വറ്റിക്കൊണ്ടിരിക്കുന്നു, കിണറിലെ വെള്ളം വറ്റിക്കൊണ്ടിരിക്കുന്നു, ആകെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വല്ലാത്ത ചൂടാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയാണ്, മഴ കിട്ടാൻ 2 പ്രവാചകന്മാർ അവരുടെ സമൂഹത്തോട് പറഞ്ഞ കാര്യമുണ്ട്. അതെന്താന്ന് പറയുക, നിങ്ങൾ സൂറത്ത് ഹൂദിലെ അതിന്റെ 52-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയാണ്, ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജനതയോട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമുക്ക് പറഞ്ഞുതരാണ്. എന്താ പറഞ്ഞത്? വയാ ഖൗമി ഇസ്തഗ്ഫിറൂ റബ്ബക്കും. എന്റെ ജനങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പാപമോചനം തേടിക്കൊള്ളുക. സുമ്മ തൂബൂ ഇലൈഹി. എന്നിട്ട് അവനിലേക്ക് നിങ്ങൾ പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്യുക. അങ്ങനെ നിങ്ങൾ ചെയ്താൽ യുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ. അതേ, ആകാശത്ത് നിന്ന് അവൻ നിങ്ങൾക്ക് സമൃദ്ധമായ മഴ വർഷിപ്പിച്ചു തരുന്നതാണ്. വയസിദ്കും ഖുവതൻ ഇലാ ഖുവതികും. നിങ്ങളുടെ ശക്തി അവൻ 10 മടങ്ങായി വർദ്ധിപ്പിച്ചു തരികയും ചെയ്യുന്നതാണ്. നിങ്ങൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചാൽ, പാപമോചനം തേടിയാൽ മഴ തരാം. നമ്മളിങ്ങനെ നാൽക്കവലകളിൽ നിന്ന് എന്താപ്പ മഴ ഇട്ടാത്തത്, എന്താപ്പ പടച്ചോൻ കണ്ടത്, റമളാനായിട്ടും ഒരു ഇടമഴ കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് പരിഭവിക്കാനല്ല, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാൻ അല്ലാഹ് മഴ തരും എന്നാണ് സഹോദരങ്ങളെ. നമ്മുടെ പാപമോചനം കുറവായത് കൊണ്ടാണോ മഴ തടഞ്ഞു വെച്ചിട്ടുള്ളത് എങ്കിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക, നിഷ്കളങ്കമായി പ്രാർത്ഥിക്കുക. തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹ. നിഷ്കളങ്കമായ, നിഷ്കപടമായ പാപമോചനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന നമ്മളിൽ നിന്ന് ഉയരേണ്ടതുണ്ട് എന്നാണ്. ഇതേ കാര്യം തന്നെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജനതയോടും പറഞ്ഞു, റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് പാപമോചനം തേടുക.
തീർച്ചയായും അവൻ ഏറെ പൊറുക്കുന്നവനാണ്. അങ്ങനെ നിങ്ങൾ ചെയ്യാൻ നിങ്ങൾക്കവൻ അതാ സമൃദ്ധമായ മഴ വർഷിപ്പിച്ചു തരുന്നതാണ്. അവൻ സമ്പത്ത് കൊണ്ടും സന്താനങ്ങളെ കൊണ്ടും നിങ്ങൾ ധന്യരാക്കും. സമ്പത്ത് നൽകാമെന്ന്, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചാൽ സന്താനങ്ങളെ തരാമെന്ന് മാത്രാണോ? വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറാ, നിങ്ങൾക്കവൻ തോട്ടങ്ങൾ ഉണ്ടാക്കി തരാം, അതിൽ അരുവികൾ ഒഴുക്കി തരാം എന്നൊക്കെ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ. പാപമോചനത്തിന് നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചാൽ ഈ ദുനിയാവിൽ അല്ലാഹു തആല നൽകുന്ന ഗുണങ്ങളാണ്. നമ്മുടെ ശക്തി വർദ്ധിപ്പിക്കും. ഇപ്പൊ എല്ലാവരും ബേജാറില്ല. എന്താണ് CAA NRC എന്നൊക്കെ കേൾക്കുമ്പോൾ ഏതൊരു ചാനൽ ഉണ്ടായാൽ എല്ലാവർക്കും ഇസ്ലാമിന്റെ നേരെ കുതിര കയറാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ്. നമുക്കെങ്ങനെ നമ്മുടെ ഇസ്സത്തിനെ ആരൊക്കെ ചോദ്യം ചെയ്യുന്ന പോലെ അങ്ങനെ തോന്നുക. സഹോദരങ്ങളെ, ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പടച്ച റബ്ബിനല്ലാതെ ഭയപ്പെടാത്ത ഒരാൾക്ക് ഒന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമ്മളെ കൂവത്ത് പടച്ചവൻ വർദ്ധിപ്പിച്ചു തരും. എന്ത്? ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചാൽ. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചാൽ നമ്മൾ ചെയ്യേണ്ട പണി നമ്മൾ ചെയ്ത ബാക്കി പടച്ചവൻ നോക്കിക്കൊള്ളുന്ന. ബദർ യുദ്ധം നടന്നൊരു മാസമല്ലേ സഹോദരങ്ങളെ? 1000-ന്റെയും 900-ന്റെയും ഇടക്കുള്ള സർവ്വസന്നാഹത്തോടുകൂടെ ശത്രുപക്ഷത്തുള്ള ആളുകൾ ആക്രമിക്കാൻ വന്നപ്പോഴും കേവലം വിശ്വാസം മാത്രം കൈമുതലാക്കിയ വിശ്വാസി സമൂഹം 100-300 ആളുകൾ ആ ബദറിൽ ജയിച്ചു എങ്കിൽ സഹോദരങ്ങളെ, അവിടെ പ്രതിരോധിക്കാൻ സാധിച്ചു എങ്കിൽ പടച്ചോൻ പറഞ്ഞ പണി കൃത്യമായിട്ടാണ് എടുത്താൽ പടച്ചോന്റെ സഹായം ഉണ്ടാവും. ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും, നിങ്ങൾ അല്ലാഹനെ സഹായിച്ചാൽ അള്ളാഹ് സഹായിക്കും. ഇല്ലേ നമ്മളിങ്ങനെ പരിഭവം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി പറഞ്ഞ് അവരങ്ങനെ ആയതുകൊണ്ട് അവരിങ്ങനെ പരാതി പറഞ്ഞിങ്ങനെ നടക്കേണ്ടി വരും. നമ്മളെ ഏൽപ്പിച്ച പണിയെടുത്താൽ അള്ളാന്റെ സഹായം ഉണ്ടാകുന്ന. അള്ളാഹു അല്ലാതെ ഒരു മഖ്ലൂക്കിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നാണ്. പടച്ചവനിൽ തവക്കുലാക്കുക, അവർക്ക് അള്ളാഹു തആല സഹായം നൽകും. ആ സഹായം ലഭിക്കണമെങ്കിൽ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം എന്നാണ് വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ചര്യയും നമ്മെ പഠിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ചില ആരാധനാ കർമ്മങ്ങൾ നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ കാരണമാകുന്ന, അതിൽ നമ്മുടെ നമസ്കാരമാണ്. ആ നമസ്കാരം കൊണ്ട് നമ്മുടെ പാപങ്ങളൊക്കെ പൊറുക്കും. 5 നേരം നിസ്കരിച്ച ഒരാൾ, 5 നേരം കുളിച്ച ഒരാളെ ശരീരത്തിൽ അഴുക്കൊന്നുമില്ലാത്ത പോലെ അയാളെ മനസ്സിൽ നിന്നും അദ്ദേഹത്തിന്റെ എല്ലാ പാപങ്ങളും അല്ലാഹു തആല കഴുകി കളഞ്ഞു എന്നാണ്. മറ്റൊന്ന് സഹോദരങ്ങളെ, നല്ല വാക്ക് പറയാ എന്നാണ്. നല്ല വാക്ക് പറയാം. അള്ളാഹുവിൻ്റെ അടിമകൾ എന്ന നിലക്ക്, അള്ളാഹുവിൻ്റെ ദീനിനെ ഉൾക്കൊള്ളുന്ന വിശ്വാസികൾ എന്ന നിലക്ക് നല്ല വാക്കുകൾ പറയാ എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട. നല്ല വാക്ക് പറഞ്ഞാൽ എന്താ? നമ്മുടെ പാപങ്ങളൊക്കെ അല്ലാഹു തആല പൊറുക്കുന്ന. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദ, സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹനെ സൂക്ഷിക്കണം, നല്ല വാക്ക് പറയുകയും ചെയ്യുക. ഭാര്യയോട് നല്ലൊരു വർത്താനം പറയാ, ഭർത്താവിനോട് നല്ലൊരു വർത്താനം പറയാ, നമ്മുടെ കസ്റ്റമറോട് നല്ല വർത്താനം പറയാ, തൻ്റെ കീഴിലുള്ള ജോലിക്കാരോട് നല്ല വർത്താനം പറയാ, നല്ല വാക്കുകൾ നന്നാക്കുക. തെറി പറയാത്ത, ചീത്ത പറയാത്ത, അധിക്ഷേപിക്കാത്ത, ആ രൂപത്തിൽ അതിക്രമം കാണിക്കാത്ത മാന്യമായ സംസാരം സംസാരിച്ചാൽ യുസ്ലിഹു ലക്കും അഅമാലക്കും, നിങ്ങളുടെ കർമ്മങ്ങൾ അവൻ നന്നാക്കി തരും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അവൻ പുറത്തു തരികയും ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആനാ പറയുന്നത്. മറ്റൊന്ന് സഹോദരങ്ങൾ, നമ്മുടെ പാപം പൊറുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗമായിട്ട് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തരുന്നത് എന്താണെന്ന് അറിയുങ്ങൾ? അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എന്തെങ്കിലും ചെലവഴിക്കുക എന്നതാണ്. പടച്ചോന്റെ മാർഗത്തിൽ എന്തെങ്കിലും നൽകുക എന്നത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഈ റമദാനിലൊക്കെ ഒരു കൊടുങ്കാറ്റ് പോലെ അടിച്ചു വീശുന്ന ഒരു കാറ്റ് പോലെ എല്ലാവർക്കും അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഉള്ളതിൽ നിന്ന് നൽകിയിരുന്നു എന്നാണ്. സ്വഹാബത്ത് അങ്ങനെ ആയിരുന്നു. നമ്മുടെ സമ്പത്തിൽ നിന്ന് എത്രയോ ആളുകൾ, ഇപ്പോൾ എത്രയോ അനാഥശാലകൾ, പള്ളികൾ, മദ്രസകൾ ഈ റമദാനിലെ കളക്ഷൻ കൊണ്ട് മാത്രം നടക്കുന്ന എത്രയോ സ്ഥാപനങ്ങളുണ്ട്. നമുക്കൊക്കെ പരാതിയാണ്. റമദാനായാലും പിന്നെ ഗേറ്റിൻ്റെ മുന്നിൽ പിരിവോട് പിരിവ്, പള്ളിയിൽ വന്നാലും പിരിവ്, എല്ലായിടത്തും റെസീറ്റ്, ഇതെന്തൊരു കയറൂരി വിട്ടുക എന്നൊക്കെ നമുക്ക് തോന്നും. സഹോദരങ്ങളെ, നമുക്ക് കഴിയുമെങ്കിൽ നമ്മൾ നൽകുക എന്നതാണ്. ആ നൽകുന്നതിലൂടെ അല്ലാഹു തആല കൃത്യമായിട്ട് പറയും നമ്മുടെ പാപങ്ങൾ പൊറുക്കും എന്നാണ്. ഇനി ഞാനിത് പറയുമ്പോൾ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് എനിക്കെന്തോ ഒരു പിരിവുണ്ടെന്നും ആരും വിചാരിക്കണ്ട. എൻ്റെ അടുത്ത് റെസീറ്റ് ബുക്കുമില്ല, എനിക്കൊരു പിരിവുമില്ല. ഞാൻ ഈ വിഷയത്തിൻ്റെ പൂർത്തീകരണത്തിനാണ് ഞാനിത് പറയുന്നത്. ഞാൻ പിരിച്ചാൻ വന്ന ആളുമല്ല. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പറയാണ്, ഈ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന എന്താണ്? ഇൻ തുഖ്രിദുല്ലാഹ ഖർളൻ ഹസന, അല്ലാഹുവിന് നിങ്ങൾ ഉത്തമമായ കടം കൊടുക്കുന്ന പക്ഷം യുളാഇഫുഹു ലക്കും, നിങ്ങൾക്ക് അവൻ ഇരട്ടിയാക്കി അത് തിരിച്ചു നൽകുന്നതാണ്. വയഗ്ഫിർ ലക്കും, നിങ്ങൾക്ക് അതാ നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു തരികയും ചെയ്യും. പാപങ്ങൾ പുറത്തു തരും നമ്മൾ അള്ളാഹന്റെ മാർഗത്തിൽ എന്തെങ്കിലും നൽകിയാൽ. സഹോദരങ്ങളെ, നമ്മളെക്കാൾ പ്രയാസപ്പെടുന്ന എത്രയോ ആളുകൾ
ഫലസ്തീനിലെയും ഗസയിലെയും സഹോദരങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഓരോ ദിവസവും ഈ ദിവസം വരെ 40,000 ആളുകളാണ് അവിടെ കൃത്യമായി മരണപ്പെട്ടു പോയിട്ടുള്ളത്. അഭയം നൽകി അഭയാർത്ഥികളായി മാറിയ സഹോദരങ്ങളാണ് അവർ. അവർക്ക് ഭക്ഷണമില്ല, അതേ പാർപ്പിടമില്ല, അതുപോലെ തന്നെ മരുന്നില്ല, അവർക്ക് വസ്ത്രമില്ല. അങ്ങനെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ. അത്തരത്തിലുള്ള ആളുകളെയും നമ്മൾ കാണേണ്ടതുണ്ട്. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അവരെ സഹായിക്കാൻ വേണ്ടി നമ്മുടെ മനസ്സുകളിൽ പ്രിയപ്പെട്ടവരെ ആ ഒരു ചിന്തയുണ്ടാകണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. നമ്മുടെ വീടുകളിൽ ആ രൂപത്തിൽ നമ്മൾ ഒരു പെരുന്നാൾ ആഘോഷിക്കാനുള്ള എല്ലാ തത്രപ്പാടും ഒരുക്കുമ്പോ, നമ്മുടെ മക്കൾക്ക് വേണ്ടി പെരുന്നാൾ പുടവയ്ക്ക് വേണ്ടി നട്ടോട്ടമോടുമ്പോ, ആ ഗസയുടെ തെരുവീതികളിലൂടെ പാവപ്പെട്ട മനുഷ്യരതാ മരിച്ചു വീണ മനുഷ്യന്മാർക്ക് കഫം പുടവയ്ക്ക് വേണ്ടിയാണ് അവർ നട്ടോട്ടമോടുന്നത്. നമ്മുടെ വീടുകളിൽ സഹോദരങ്ങളെ മാംസാഹാരത്തിന്റെ നല്ല പരിമളം എങ്ങനെ ഉയരുമ്പോ, ഗസയിലെ തെരുവീതികളിലൂടെ മനുഷ്യ മക്കൾ കത്തിച്ചാമ്പലായ അത്തരത്തിലുള്ള മനുഷ്യ മക്കളുടെ മാംസത്തിന്റെ ഗന്ധമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മക്കളതാ പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടി അവരതാ മൈലാഞ്ചി ചുവപ്പുമായിട്ട് ആ രൂപത്തിൽ അതിന് വേണ്ടി ഒരുങ്ങി നിൽക്കുമ്പോ, ഗസയിലെ പിഞ്ചോമന മക്കളതാ ചോരയിൽ കുതിർന്നിട്ടുള്ള ആ ചോരയുടെ ചുവപ്പാണ് അവർക്കുള്ളത്. അതുകൊണ്ട് അവരെയും നമ്മൾ ഓർക്കണം. ചുറ്റുപാടുള്ള ഒരുപാട് സഹോദരങ്ങളുണ്ട്, പ്രയാസപ്പെടുന്ന ആളുകൾ. അവർക്ക് നൽകാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ഹലാലായ സമ്പാദ്യത്തിൽ നിന്ന് അവരെ കൂടി നമ്മൾ പരിഗണിക്കണം. അങ്ങനെ പരിഗണിക്കുമ്പോ അല്ലാഹു തആല പറയുന്നത്, ഇൻ തുഖ്രിദുല്ലാഹ ഖർലൻ ഹസനാ, നിങ്ങൾ അല്ലാഹുവിന് ഉത്തമമായ കടം കൊടുക്കുന്ന പക്ഷം നിങ്ങൾക്കത് അവൻ ഇരട്ടിയാക്കി തരുന്നതാണ്. കൊടുക്കുന്നതൊന്നും നഷ്ടാകുന്നില്ല എന്ന്. വയാഫിർലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അവൻ പുറത്തു തരികയും ചെയ്യുമെന്നാണ്. സഹോദരങ്ങളെ, ആ നിലക്ക് നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടാൻ ഈ പരിശുദ്ധ റമളാനെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഈ റമളാനിന്റെ അവസാനത്തെ ദിനരാത്രങ്ങൾ നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോകുമ്പോൾ സഹോദരങ്ങളെ, ആരൊക്കെ അവസാനത്തേക്ക് ഉണ്ടാകും നമുക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക, പഠിച്ചോനെ എനിക്ക് കിട്ടിയ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തും. ഒരു ദിവസമെങ്കിലും കുടുംബസമേതം എഴുത്തിക്കാതിരിക്കാൻ തയ്യാറാകുക. എന്നിട്ട് നീ ഏറ്റു പറയുക, റബ്ബിനോട് പാപമോചനം തേടുക. അല്ലാഹു തആല നമ്മുടെ പാപങ്ങളൊക്കെ പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹു അവന്റെ മഹത്തായ ഫضل കൊണ്ട് പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ഒരു കൂട്ടം സ്വർഗത്തിലേക്കും ഒരു കൂട്ടം നരകത്തിലേക്കും പോകുമ്പോൾ സ്വർഗത്തിലേക്ക് പോകുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, അവർക്കെല്ലാം നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണേ നാഥ. ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ്സും ആരോഗ്യവും മനസ്സമാധാനവും നീ പ്രദാനം ചെയ്യണേ നാഥ. അള്ളാഹുവേ, ചൂടിന്റെ കാഠിന്യം കൂടി വരികയാണ്. ജലാശയങ്ങൾ വറ്റിക്കൊണ്ടിരിക്കുന്നു. പക്ഷിമൃഗാദികൾ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നാട്ടിൽ അത്തരത്തിലുള്ള പ്രയാസം അനുഭവിക്കുന്നു നാഥ. നിന്റെ സമൃദ്ധമായ മഴ നീ ഞങ്ങൾക്ക് വർഷിപ്പിച്ചു തരണേ റബ്ബേ. നിന്റെ അനുഗ്രഹം നീ ഞങ്ങൾക്ക് ചൊരിഞ്ഞു തരണേ റബ്ബേ. പ്രയാസത്തിൽ നിന്ന് നീ ഞങ്ങളെ മോചിപ്പിക്കണേ നാഥ. അള്ളാഹുവെ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ, ഫലസ്തീനിലെയും ഗസയിലെയും ഞങ്ങളുടെ സഹോദരങ്ങൾ നാഥ, അവർക്ക് നീ എത്രയും പെട്ടെന്ന് സമാധാനം പ്രദാനം ചെയ്യണേ റബ്ബേ. അവരിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകൾക്ക് നീ സ്വർഗം പ്രദാനം ചെയ്യണേ റബ്ബേ. അവരിൽ രോഗികളായ ആളുകൾക്ക് നാഥ എത്രയും പെട്ടെന്ന് അവരുടെ അസുഖങ്ങൾ നീ ശിഫയാക്കി കൊടുക്കണേ റബ്ബേ. അള്ളാഹുവെ, ഞങ്ങളെ എല്ലാവരെയും നിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടണേ നാഥ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. أقول قولي هذا أستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم. والسلام عليكم ورحمة الله وبركاته.